ചെട്ടികുളങ്ങര ദേവിയുടെ അദ്ഭുത കഥ അറിയാമോ? മുൻപ് ഒരു കാലത്ത് ഓണാട്ടുകരയിലെ പ്രമാണികൾ ആയിരുന്ന ചിലർ തൊട്ടടുത്ത ഗ്രാമമായ കൊയ്പ്പള്ളി കാരാഴ്മ ദേവീക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയി. ഉത്സവഘോഷങ്ങളും കണ്ടു നടന്ന പ്രമാണിമാരെ കൊയ്പ്പള്ളി കാരാഴ്മ ദേശത്തെ നാട്ടുപ്രമാണികളും കൂട്ടരും അധിക്ഷേപിച്ചു. അപമാനിതരായ ഇവർ തങ്ങളുടെ ദേശത്ത് ഭഗവതി ക്ഷേത്രം വേണം എന്ന് തീരുമാനിച്ചു. ദേവി പ്രീതിക്കായി ക്ഷേത്ര തീർത്ഥാടനത്തിന് പുറപ്പെടുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ എത്തി 12 ദിവസം ഭജന ഇരുന്ന സമയത്ത് ഇവർക്ക് സ്വപ്നത്തിൽ ദേവി ദർശനം ഉണ്ടായി. ദേവി അവരോട് കുറച്ചു നാളുകൾക്കുള്ളിൽ ചെട്ടികുളങ്ങര എത്താം എന്നും അവരോട് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുവാനും പറഞ്ഞു. വെളിച്ചപ്പാട് ഉറഞ്ഞ് തിടമ്പ് അവരുടെ കയ്യിൽ കൊടുത്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ഒരു കടത്തുകാരൻ കരിപുഴയിൽ തന്റെ അന്നേ ദിവസത്തെ പണി അവസാനിപ്പിക്കുന്ന വേളയിൽ തേജസ്വിനിയായ ഒരു വൃദ്ധ അയാളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവർ തനിക്ക് ചെട്ടികുളങ്ങര പോകണം എന്ന ആവശ്യം. കടത്തുകാരൻ വഞ്ചിയിൽ ആ സ്ത്രീയെ കൂട്ടി ചെട്ടികുളങ്ങര വരുന്ന വഴിയിൽ പുതുശ്ശേരി അമ്പലത്തിന്റെ അരികിൽ വൃക്ഷത്തിന് അടിയിൽ വിശ്രമിച്ചു. അയാൾ അമ്മക്ക് അടുത്തുള്ള വീട്ടിൽ നിന്നും ആഹാരവും വസ്ത്രവും വാങ്ങി നൽകി. ക്ഷീണം കാരണം അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കം എഴുന്നേറ്റപ്പോൾ ആ വൃദ്ധയെ അവിടെ എങ്ങും കണ്ടില്ല. പിറ്റേ ദിവസം അടുത്തുള്ള ഒരു ഇല്ലത്തിൽ പുറമേച്ചിൽ നടക്കുണ്ടായിരുന്നു. പണിക്കാർക്ക് കഞ്ഞിയും മുതിരപ്പുഴുക്കും ഉച്ചയ്ക്ക് ഇല്ലത്ത് ഉള്ളവർ വിളമ്പുന്ന വേളയിൽ ഭക്ഷണം ആവശ്യപ്പെട്ട് ഒരു വൃദ്ധ അവിടെ വന്നു. ജോലിക്കാർക്കൊപ്പം ഭക്ഷണം കഴിച്ച ആ സ്ത്രീ ഇല്ലത്തെ കുളത്തിലേക്ക് നടന്ന് പെട്ടെന്ന് മറിഞ്ഞത് അവിടുത്തെ അന്തർജനം കണ്ട ഉടനെ അവർ മോഹാലസ്യപ്പെടുകയും ചെയ്തു. ഈ 2 വിവരങ്ങളും നാട്ടിൽ വാർത്തയായി. നാട്ടുകാർ പ്രശ്നം വച്ചപ്പോഴാണ് ദേവി നാട്ടിൽ എത്തി എന്ന് അറിയുന്നത്. തുടർന്ന് ഓടനാട് നരിയങ്ങമണ്ണൂർ കൊട്ടാരത്തിൽ വിവരം ധരിപ്പിക്കുകയും ക്ഷേത്ര നിർമ്മാണത്തിന് അന്നത്തെ രാജാവായ ഇരവിമാർത്താണ്ഡവർമ്മൻ ഉത്തരവിടുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിൽ പോയി വന്ന ആളുകളെ രാജാവ് ക്ഷേത്ര നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് അതിഗംഭീരമായ കുംഭഭരണി മഹോത്സവം ആരംഭിച്ചത്.